എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് ബിന്നി നിശാന്താണ്. തലശ്ശേരി ഡിസ്ട്രിക്ട് കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ മാഡം പങ്കെടുത്തു. അതിനുശേഷം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ ഞാൻ മാഡത്തോട് ആദ്യം രാവിലെ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് വേണമെന്ന് തോന്നിയതെന്ന്. അപ്പം അതും കൂടെ നിങ്ങൾ പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇങ്ങനൊരു ക്ലാസ്സിന് വരണമെന്ന് എന്തുകൊണ്ടാണ് തോന്നിയത്, ക്ലാസ്സിന് ശേഷം എങ്ങനെയുണ്ട് മാറ്റം. ഡ്രൈവ് ചെയ്യാന്നുള്ളത് എൻ്റെ ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. അതും പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാന്നുള്ളത്. എങ്ങനെയെങ്കിലും വേണ്ടിക്ക് എനിക്കൊന്ന് ഡ്രൈവ് ചെയ്ത് പോവാം. പക്ഷെ അത് പ്രോപ്പർ റൂൾസൊക്കെ അബൈഡ് ചെയ്തിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാന്നുള്ളത് ഭയങ്കരമായ ഒരു ആഗ്രഹമായിരുന്നു. ലൈസൻസ് എടുത്തിട്ട് ലൈസൻസ് എടുത്തിട്ട് ഒരു 2008 ലൈസൻസ് എടുത്തത്. പക്ഷെ അന്നേരം കുറച്ച് നാൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് എടുത്തിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അതൊന്ന് നിറച്ചു പോയി ഓടിക്കുക, വണ്ടിയിൽ വേറെയൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് ഓടിക്കുക എന്നുള്ളത് ഏറ്റവും ഇതായിരുന്നു, ആഗ്രഹമായിരുന്നു. അങ്ങനെ ആരോടെങ്കിലും തന്നെ അതിൻ്റെ ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ടെക്നിക്കൽ വൈസ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഒരാളെ സമീപിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. എപ്പോഴും യൂട്യൂബ്സിൽ വീഡിയോസ് സെർച്ച് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് സജീഷിൻ്റെ ചാനൽ കാണാനും സജീഷുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ചും കൂടി ഞാൻ കോൺഫിഡൻ്റ് ആയി എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ ഇനി ഓടിച്ച് ഇനിയും ഇതാകുമ്പോഴും എനിക്കറിയായിരിക്കും എങ്ങനെയാണെന്ന്. ഇപ്പം എന്തായാലും ഞാനൊരു കോൺഫിഡൻ്റ് ഡ്രൈവറാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ സമൂഹത്തിനോട് ഓരോ വ്യക്തിയോടും ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു ഇതാണ്. ട്രാഫിക് റൂൾസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളാരും അത് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനോ കൂട്ടാക്കാതെ ഒരു സാഹചര്യം. എല്ലാവർക്കും തിരക്കാണ്, എത്രയും പെട്ടെന്ന് ഓരോ സ്ഥലത്ത് എത്തണം എന്നുള്ള ആ തിരക്ക് മാത്രമാണ്. മറ്റുള്ള വ്യക്തി നടന്നു പോകുന്ന ഒരാൾ, അയാൾക്ക് ഒരു കുടുംബം ഉണ്ടെന്നോ അയാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോയെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ സമയമില്ല. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്രൈവറായി തീരണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട പ്രതിജ്ഞയായിരിക്കണം. നമ്മുടെ നാട്ടില് പിന്നെ പലരും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവുക. കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, കയ്യിൽ വണ്ടി ഉണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ ഓടിച്ചെത്തണം. പിന്നെ പലരും തെറ്റായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെ പോയാൽ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല വിചാരിക്കേണ്ട. ആളുകൾ തെറ്റായിട്ട് ഡ്രൈവ് ചെയ്തോട്ടെ, പക്ഷെ ഞാൻ തെറ്റിക്കില്ല, ഞാൻ റൂള് പോലെ പോവുള്ളൂ എന്ന് വിചാരിക്കുക. അത് ആര് തെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലും അവരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. എന്തുകൊണ്ട് തെറ്റിച്ച് ഡ്രൈവ് ചെയ്യുന്നു ചോദിക്കാൻ പറ്റണം. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് 100% സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ തെറ്റായിട്ട് വന്നവരെ ഒന്ന് ജസ്റ്റ് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ മാതൃകാപരമായിട്ട് ഡ്രൈവ് ചെയ്യണം. നിങ്ങൾ തെറ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരോടും ഒന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ ചോദ്യം ചെയ്യാൻ പറ്റുക? എന്ന് വെച്ച് അവരുമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അടിപിടിയാക്കണം എന്നല്ല പറഞ്ഞത്. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതിനുള്ളൊരു ആർജവം ചെറുപ്പക്കാരൊക്കെ കാണിക്കണം. ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ, ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും കാണിക്കണം. എല്ലാവരും നിയമം പാലിച്ച് ഡ്രൈവ് ചെയ്യുക. അത് നമ്മളൊരു ശീലമാക്കി മാറ്റുക. ഇനി നിങ്ങൾക്ക് നിയമം അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക. അറിയുന്ന ആളുകളുണ്ടാവും, അവരോട് ചോദിച്ച് പഠിക്കുക. നിയമപ്രകാരം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം, സ്ട്രെസ് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാം, മറ്റുള്ളവരെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഡ്രൈവ് ചെയ്യാം. അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം അത് അനുഭവിച്ചവർക്ക് അറിയാം. സ്ട്രെസ് ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കറക്റ്റായിട്ട് നിയമങ്ങൾ അറിയുന്നുണ്ടാവും. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം കയ്യിൽ പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം റോഡിലേക്ക് ഇറങ്ങുക, വളരെ ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്യുക. ഞാൻ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ഈ ഒരു പ്രോഗ്രാമിന് പേരിട്ടത് തന്നെ ഇതൊരു ആർട്ട് ആയതുകൊണ്ടാണ്. അത് അനുഭവിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപക്ഷെ എൻ്റെ ട്രെയിനിങ്ങിന് വന്ന ആളുകളോടൊക്കെ ഞാനിത് പറയാറുണ്ട്, ഇതൊരു ആർട്ട് തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ അത് പിന്നെ മാഡത്തോടും ചോദിച്ചു എങ്ങനെയുണ്ട്, ഇതൊരു ആർട്ട് എന്ന് തോന്നില്ല. അപ്പം സമ്മതിച്ചു, ഇത് നല്ലൊരു ആർട്ടാണെന്ന് സമ്മതിച്ചു. അപ്പം വളരെ വൃത്തിയായിട്ട് ഡ്രൈവ് ചെയ്യുമ്പം നല്ലൊരു രസമാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നമുക്കും രസമാണ്. റോഡിൽ നമുക്ക് എന്താ പറയണ്ട, മറ്റുള്ള ആരെയും ബുദ്ധിമുട്ടുണ്ടാക്കാതെ വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മൾ അന്യ രാജ്യങ്ങളിലെ എക്സാമ്പിൾ ആയിട്ട് സോർട്ട് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം. പക്ഷെ അതുപോലെ നമ്മളെ നാട്ടിലും പറ്റും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മളെ നാട്ടിലും കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റും. തീർച്ചയായിട്ടും. ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകൾ വളരെ വൃത്തിയിൽ ഡ്രൈവ് ചെയ്യുന്നു. ഇവിടെ മോശമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർ വിദേശത്ത് കഴിഞ്ഞാൽ വൃത്തിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എല്ലാ നിയമങ്ങളും എല്ലാം അനുസരിക്കും. നമുക്ക് ഇവിടെ ഭയങ്കര മടിയാണ് ഒരു നിയമം അനുസരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് പഠിച്ച് ഡ്രൈവ് ചെയ്യുക, പിന്നെ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കുക.
എന്തായാലും പിന്നെ ഇപ്പം അഡ്വക്കേറ്റ് നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. നിയമം വിട്ട് കളിക്കരുത് എന്ന് പറയുന്നവരാണ് ഇവരൊക്കെ അല്ല, നമ്മൾക്ക് അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതെ, നമ്മളെല്ലാവരും നിയമം അനുസരിച്ചിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ ഇതും ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അവിടെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ മാത്രം കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര ഇത് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം. അതെ, അത്രയും ശ്രദ്ധ വേണം. ഒന്ന് റിഗ്രറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത് റോഡിൽ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പം മാഡം ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എന്തായാലും സജീഷിനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. സജീഷ് പറഞ്ഞിട്ടൊന്നല്ല പറയുന്നത്, എന്നാലും ഞാൻ ചിലവരിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തോ പറഞ്ഞു പറയിപ്പിക്കുന്നു. ഇല്ല, അത് അതിന്റെ ആവശ്യമില്ലാന്ന് എല്ലാവർക്കും അറിയാലോ. ഇഷ്ടംപോലെ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതാണ് സജീഷിന് എൻ്റെ ഒരു സംസാരം കൊണ്ട് വേറെ നാളാട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും സജീഷിനെ റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാവരെ കൊണ്ടും അങ്ങനെ ഫീഡ്ബാക്ക് ചെയ്യിപ്പിക്കുന്നില്ല, നിർബന്ധിച്ച് ആരെ കൊണ്ടും ചെയ്യിപ്പിക്കാറില്ല. അപ്പം വില്ലിംഗ് ആയവരുടെ ഫീഡ്ബാക്സാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എവിടെ നിങ്ങൾ പഠിക്കാൻ പറ്റും നിങ്ങൾ പഠിച്ചോളൂ. ഞാൻ അതേ പറയുന്നുള്ളൂ, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. പഠിക്കുക കാര്യങ്ങൾ എങ്ങനെയെങ്കിലും. എന്തെങ്കിലും ചാനൽ നോക്കി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നതിന് പഠിക്കുക. പഠിക്കണം, അത് മസ്റ്റാണ്. റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പേ പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് ക്ലാസ് കിട്ടില്ല. അപ്പോൾ ഇതേപോലെയുള്ള ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.